അപ്പം ഗൈസ് നമ്മളിന്ന് ഒരു ടൂറിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഡൽഹി എയർപോർട്ടിലുള്ളത്. നേരെ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് എത്തി. ഇനി അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. വിഷോ എവിടെയൊക്കെ നമ്മൾ പോകുന്നത്? കാശ്മീരിലോ? ഓക്കെ, അപ്പം കാശ്മീരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒന്ന് ഫ്ലൈറ്റ് സമയം. ഓക്കെ, 2 ദിവസം കൊണ്ട് ഇങ്ങോട്ടും പോയാലോ വിചാരിച്ചിട്ടാണ്. പിന്നെ റേറ്റും കുറവായിരുന്നു ടിക്കറ്റ്. അപ്പ് ആൻഡ് ഡൗൺ 15 റുപ്യക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഓക്കെ, അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. കാരണം നമ്മൾ പ്രവാസികളാകുമ്പോൾ ലീവിന് നാട്ടിൽ വരുമ്പം പിന്നെ ആകെ കുറഞ്ഞ ദിവസങ്ങളല്ല ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ട്രെയിനാകുമ്പോൾ എന്താ വെച്ചാൽ 3 ദിവസം നമുക്ക് ടൈം എടുക്കും. 3 6 ദിവസം അങ്ങനെ പോകും. അപ്പം നിങ്ങൾക്കിതുള്ളതുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് പോരാണ് നേരെ ശ്രീനഗറിലേക്ക്. ഇനിയിപ്പം ഡൽഹിയിൽ നിന്ന് നേരെ ശ്രീനഗറിൽ ഒരു 2 മണിക്കൂർ കൂടെ വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫാമിലി ആയിട്ടാണ് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിലാണുള്ളത്. ഓക്കെ, 1 മണിക്കൂറും 10 മിനിറ്റ് 15 മിനിറ്റ് യാത്രയുള്ളത്, 1.25 മണിക്കൂർ യാത്രയുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ശ്രീനഗർ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നാണ് നമ്മളെ കണക്ഷൻ ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്ന് കയറിയ ഫ്ലൈറ്റാണിത്. ഓക്കെ, അപ്പം ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിലെത്തി. അപ്പോൾ ഇതാണ് ശ്രീനഗർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന ലഗേജ് എടുക്കാൻ. ഓക്കെ, എത്തി. കാശ്മീർ എല്ലാവരും ലഗേജൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. നല്ല അടിപൊളി എയർപോർട്ട് കുഴപ്പമൊന്നുമില്ല, സാറാണ്. വെൽക്കം ടു പാരഡൈസ് ഓൺ എയർ ടൂറിസം ഓഫ് കാശ്മീർ കഴിഞ്ഞുകൊണ്ട് കാറ് വന്നിട്ടുള്ള സ്ഥലമുണ്ട്. ബോർഡ് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, നമ്മളെ പേര് പിടിച്ചുകൊണ്ട് നമ്മളെ ബാഗൊക്കെ പിടിച്ച് നമ്മളെ ഡ്രൈവർ നമ്മളെ കൂട്ടാൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരെ എയർപോർട്ട് പാർക്ക്. ഡ്രൈവറെ കൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിലാലാണ് പേര്. ഇത് ഹൈദർപുര എന്ന സ്ഥലമാണ്. ഓക്കെ, हमारा श्रीनगर में अभी हम लोग श्रीनगर सिटी जा रहा है ना. अभी मतलब सिटी में ही है ना होटल. अच्छा, मतलब सिटी में थोड़ा मतलब 1 किलोमीटर साइड में. अच्छा 1-2 किलोमीटर. हाँ. क्यों मेन चौक में तो होटल अच्छा नहीं रहता है ना. कल देखना यहाँ कितना पानी आ गया. ये है इधर ब्रिज. इधर है ये ब्रिज सर. पानी बहुत है, उसके लेवल है. अच्छा. हाँ, हाल में दिखा दूंगा ना. अच्छा होगा. तो नीचे आ गया. हम ताजबागिലാണ് നമ്മളെ റൂമുള്ളത്. ഓക്കെ, ഏകദേശം ഇതാണ് നമ്മുടെ വില്ല. കാശ്മീർ വില്ലാണ് അടുത്തത്. ഓക്കെ, റോസ് പിന്നെ എന്താ ആപ്പിളുമാതിരി എന്തൊരു സാധനമാണ് പച്ച. പിന്നെ എന്തോ തൈയാണ്. പിന്നെ റുമാൻ്റെ മരമാണ്. റുമാൻ മുകളിലൊക്കെ ഉണ്ട്. ഇപ്പം റുമാൻ ആപ്പിള് നട്ട് പോകുന്നവർക്കുണ്ട്. ഞങ്ങൾ ആപ്പിളാവുന്ന എടുക്കുന്നത് ഓൾക്ക് വേണ്ട, ഒരു തിന്നുമില്ല. നല്ല ആപ്പിൾ മറ്റൊക്കെ നല്ല ആപ്പിൾ 3 ഇത് മറ്റേതിൻ്റെ കായാണ്. മറ്റേ ഫിഗ് അത്തിപ്പാൻ. നല്ല പൈത്ത അത്തിപ്പാൻ. കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു. അടക്കാപ്പിളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ വന്നത് അഹദൂസാണ്. ഇവിടുത്തെ ടോപ്പ് റെസ്റ്റോറൻ്റാണ്. കാശ്മീരി വസ്വാനൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കാശ്മീരി വസ്വാൻ അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പം അവിടെയാണ് നമ്മളുള്ളത്. നല്ല അനുഭവമാണ്. അപ്പം നമ്മളെ ടൂറിന്ന് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ആദ്യം നമ്മൾ പോകുന്നത് ഗുൽമാർഗാണ്. ഗുൽമാർഗിലേക്ക് പോയിട്ട് ഗൊണ്ടോള റൈഡ്
അതിൻ്റെ ടിക്കറ്റൊക്കെ കേബിൾ കാറിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ആകെ 14 ദിവസം മുന്നേ ഓപ്പൺ ആവും. അപ്പം അതിനുശേഷം അത് എടുത്തേക്കുന്നത് നല്ല, കാരണം അവിടെ പോയി റഷ് ഉണ്ടാവില്ല. അവിടെ കിട്ടും സാധനം, പക്ഷെ അവിടെ ഭയങ്കര റഷാണ്, ചിലപ്പം കിട്ടൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അവിടെ എത്തിയിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രൈവർ ഇന്നോവയായിട്ട് രാവിലെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ താമസിക്കുന്നത് രാജ്ബാഗ് പറഞ്ഞ സ്ഥലത്താണ്, കാശ്മീരിലെ. അപ്പം ഈ ഏരിയയിൽ പിന്നെ എഡ്യൂക്കേഷൻ ഏരിയയാണ്, അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസൊക്കെ കൂടുതലുണ്ട്. ഓക്കെ, ഒരുപാട് സ്റ്റുഡൻസും പിന്നെ അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കൂടുതലുള്ള ഒരു ഏരിയയാണ് രാജ്ബാഗ്. ഇതാണ് കാശ്മീരിലെ ഒരു ഫേമസ് ട്രീ മരമാണ് ചിന്നാർ മരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ചിന്നാർ എന്ന് പറഞ്ഞ മരങ്ങളാണിത്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ചിന്നാർ മരങ്ങളെ പിന്നെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഈ ചിന്നാർ മരങ്ങളെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല AC ഇരിക്കണ മാതിരിയുള്ള ഫീലിംഗ് ചോർച്ചലും ബോർഡുകളുണ്ട് പോള ജമ്മു, അതുപോലെ തന്നെ മുഗൾ ഗാർഡൻ, ഹസരത്ത് ബാൽ മസ്ജിദ്, ലാൽ ചൗക്ക്, CRPFിൻ്റെ വണ്ടികളും അതുപോലെ തന്നെ പട്ടാളങ്ങൾ ഒരുപാട് കാണാം സൈഡിലൂടെ. അപ്പം സാധാരണ എല്ലാവരും കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ചൂസ് ചെയ്യാറുള്ളത് ശ്രീനഗർ കാണാനാണ്. കാരണം നമ്മളെ റൂം കാര്യങ്ങളൊക്കെ ശ്രീനഗറിലുണ്ട്. അതിൽ ശ്രീനഗറിൽ അത്യാവശ്യം കാണാനുണ്ട്. മുഗൾ ഗാർഡൻ, അതുപോലെ ലാൽ ചൗക്ക്, നമ്മളെ ഹസരത്ത് ബാൽ മസ്ജിദ്, അതുപോലെ ഏറ്റവും പ്രത്യേകത നമ്മളെ പിന്നെ ഡാൽ ലേക്ക്, അത് ഭയങ്കര ഒരു സംഭവമല്ലേ. അപ്പം അതൊക്കെയാണ് കാണാൻ എല്ലാവരും ഫസ്റ്റ് ദിവസം എല്ലാവരും സെലക്ട് ചെയ്യുക ഇവിടെ തന്നെയാണ്, ലോക്കൽ സൈറ്റ് സീയിങ്ങാണ് ഉണ്ടായാൽ. പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഗുൽമാർഗാണ്. കാരണം അതുകൊണ്ടല്ല, ഇന്ന് ഗുൽമാർഗ്, നാളെ സോൻമാർഗ്, മറ്റന്നാൾ പെഹൽഗാം, പിന്നെ 4ാമത്തെ ദിവസമാണ് നമ്മളിവിടെ. കാരണം ഞങ്ങൾക്ക് അന്ന് 6:00 വൈകുന്നേരം 6:30 മണിക്ക് ഫ്ലൈറ്റാണ്, ടിക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഡേ ആണ് ശ്രീനഗർ സെലക്ട് ചെയ്തത്. കാരണം ഇതൊക്കെ പിന്നെ ശ്രീനഗറിൽ നിന്ന് ഒക്കെ 180, 200 കിലോമീറ്റർ, അതുപോലെ 100 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാനുണ്ട് ഏകദേശം. ഓക്കെ, 100 കിലോമീറ്റർ, പിന്നെ 70 കിലോമീറ്റർ, പിന്നെ 150 കിലോമീറ്റർ, ഇങ്ങനത്തെ ലെവലിലാണ് ഓരോ സ്ഥലങ്ങളും. അപ്പം ഇത് 70 കിലോമീറ്റർ ആണ് പിന്നെ ഗൊണ്ടോള റൈഡുള്ള സ്ഥലം നമ്മൾ പോകുന്നത്. ഓക്കെ, പിന്നെ ഗുൽമാർഗിലേക്ക്. ഇത് നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റാണ്. ഓക്കെ, വലിയൊരു മാർക്കറ്റാണ് ഇവിടുത്തെ. ഇത് കാശ്മീരിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ്, ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡാണ് കേട്ടോ സിറ്റിയിലെ. ഒരുപാട് ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങൾ വിളിച്ചു വരുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സുകൾ നിർത്തിയിട്ട് ശ്രമിക്കുന്നു. നമുക്ക് NHലേക്ക് കയറിയിട്ടോ. ഇതാണ് ബാരമുല്ല ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഗുൽമാർഗൊക്കെ പെടുന്നത്. ഓക്കെ, ബാരമുല്ല എന്ന സ്ഥലം നമ്മൾ കാണുന്നത്. हमारा भाई है इशफाक साहब. ओके, ये अच्छा गाइडर है, हमारे को सब चीज़ बोलते रहता है जाने के टाइम. बट खाली एक चीज़ हमारे पास रखना चाहिए, क्यों? हिंदी सीखना. सही है ना इशफाक भाई? हिंदी मालूम होना चाहिए. ഓക്കെ, അപ്പം ഇഷ്ഫാക്ക് നല്ലൊരു ഡ്രൈവറാണ്, നല്ലൊരു ഗൈഡർ കൂടിയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പോകുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും, അപ്പോൾ നമുക്ക് ഓരോ ഗൈഡിൻ്റെ ഒരു സഹായമൊന്നും എവിടെയും വേണ്ട. എല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് പോയാണ്ട് അവൻ പറഞ്ഞു തരും. കാരണം ഓക്കെ, നല്ല അടിപൊളി ആളാണ്. ഇതാണ് ഈ ഏരിയയാണ്. പിന്നെ ഈ ഏരിയൻ്റെ പേരാണ് മാഗം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. മാഗം ഈ ഏരിയയിലാണ്. ഈ 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു 3 കിലോമീറ്ററിലാണ് നമ്മളെ ഷിയാക്കൾ ഒരുപാട് താമസിക്കുന്ന ഏരിയയാണ്. ഷിയ സുന്നി വിഭാഗത്തോട്ട ആൾക്കാരാണ് ഈ ഏരിയയിൽ കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞതാണ് കാഴ്ച കൂടി ഇവിടെ കാണിച്ചു തരാം. ഇത് നമ്മളെ ഇറാൻ്റെ ലീഡർ ഉണ്ടാവും. ഷിയാക്കളുടെ ഏരിയ ആയിട്ടാണ്. അതുപോലെ
നമ്മൾ പിന്നെ ഗുൽമർഗ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ ഉള്ളത്. വിൻ്റർ സീസണിലാണ് നമ്മളിപ്പോൾ വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പം ഇവിടെ വരെ നമ്മൾ വരുന്ന വണ്ടി ഇവിടെ സൈഡാക്കണം. ഇവിടെ നിന്നിട്ട് പിന്നെ ചെയിൻ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യണം മുകളിലോട്ടേക്ക്, ഗുൽമർഗ് അവിടെയൊക്കെ എത്തണമെങ്കിൽ. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ എത്തി കഴിഞ്ഞാൽ 75 റുപ്യൻ്റെ ടിക്കറ്റ് കൊടുക്കണം ഈ ചെക്ക് പോസ്റ്റിൽ. വിൻ്ററിൻ്റെ ടൈമിൽ ഇവിടെ ടാൻമാർഗാണ് സ്ഥലത്തിൻ്റെ പേര്. ടാൻമാർഗിലാണ് വണ്ടികളൊക്കെ വെച്ച് പോകേണ്ടത്. ഓക്കെ, മെയിൻലി 4 സീസണാണ് കാശ്മീരിൽ. എല്ലാവർക്കും അറിയാം 4 സീസണും ബ്രാൻഡ് സീസൺ തന്നെയാണ് പറഞ്ഞത്. വിൻ്റർ, സമ്മർ, അതുപോലെ ഓട്ടം, അതുപോലെ സ്പ്രിംഗ് സീസൺ, 4 സീസൺ. ഓക്കെ, അപ്പോൾ ഓരോ സീസണിനും ഓരോ പ്രത്യേകമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ പച്ചപ്പും അതുപോലെ തന്നെ ആപ്പിൾ, പിന്നെ അനാറ്, ഇങ്ങനത്തെ പിന്നെ ഭക്ഷണ ഇതൊക്കെ ഉള്ള സമയമാണ്. അതുപോലെ തന്നെ ഓട്ടം സീസണാണ്. ഫുള്ള് ഗോൾഡൻ കളറായിരിക്കും ഫുള്ള് എന്ന് പറഞ്ഞു. അവിടെ ഉണ്ട് ചെക്ക് പോയിൻ്റ്. ഇതൊക്കെ ചെറിയ ചെക്ക് പോയിൻ്റുകളാണ്. ചെക്ക് പോയിൻ്റ് ചോദിച്ചു, ഡ്രൈവറോട് ചോദിച്ചു ആരാണ്, ടൂറിസ്റ്റാണ്, കേരളയിൽ നിന്ന് വരികയാണ്, അവർക്ക് പെട്ടെന്ന് വിട്ടിട്ടോ. ഒരു സന്തോഷം. കേരള എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം നമ്മളെ കൊണ്ട് വലിയ അലമ്പൊന്നും എവിടെ ഉണ്ടാവില്ലല്ലോ. ഇന്റർനെറ്റ് സമയത്ത് ഇതാ ബാക്കിലുണ്ട് അതിൻ്റെ സ്ഥലങ്ങളാണ്. പിന്നെ കോട്ടും കാര്യങ്ങളും സൂട്ടൊക്കെ വാങ്ങാൻ റെൻ്റിനെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ഇനി ഐസായിരിക്കും വിൻ്ററിൻ്റെ സമയത്ത് ഉണ്ടാകും. അപ്പം കുഴപ്പമില്ല. രണ്ട് സൈഡിലും പൈൻ ഫോറസ്റ്റുകളും അതുപോലെ തന്നെ പൈൻ മരങ്ങളും അതുപോലെ തന്നെ ദേവദാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ദേവദാറിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഓക്കെ, ദേവദാർ മരങ്ങളുണ്ട്. നല്ലൊരു യാത്രയാണ്. നല്ല തണുത്ത കാലാവസ്ഥ. നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദേവദാർ മരങ്ങളുണ്ടല്ലോ, ദേവദാർ മരങ്ങൾ കൊണ്ടാണ് ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് കാലം ഈടിറ്റു ആ മരത്തിൻ്റെ കഷ്ണങ്ങൾ തടിയും. അതുകൊണ്ട് തന്നെ പിന്നെ ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ദേവദാർ മരം കൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും നമ്മളെ വയനാട് ചുരം കയറുന്ന മാതിരി തന്നെ നല്ല പിന്നെ ചുരമായിട്ട് ഇങ്ങനെ കയറി കൊടുക്കാൻ മുകളിട്ട് അടുത്ത ചെക്ക് പോയിന്റ്. ഒരുപാട് ചെക്ക് പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റിൽ നിന്ന് ഇവർ അത് വാങ്ങാണ്. നേരത്തെ താഴത്ത് കൊടുത്തൊക്കെ അവിടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കുറേ ട്രെയിനിൻ്റെ വാഹനങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. സത്യമായിട്ട് നല്ല രസമുള്ള സംഭവം, നല്ല രസമുള്ളതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ തുടക്കമാണ്, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. വെൽക്കം ടു ഗുൽമാർഗ്. എന്താ വെച്ചാൽ ആൾക്കാർ നമ്മൾ വണ്ടി വരുമ്പോഴത്തേന് ഇവിടെ വണ്ടിക്കാരനെ സൈഡാക്കാൻ വേണ്ടി പറയാണ്. കാരണം കൂടെയൊക്കെ കാണാം ആൾക്കാർ നമ്മൾ ടൂറിസ്റ്റാന്ന് മനസ്സിലാകുമ്പോൾ ഗൈഡുകളാണ്. ഒരുപാട് ഗൈഡ്, അതുപോലെ തന്നെ വണ്ടി കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇവിടെയും പൈസ കൊടുക്കണം തോന്നുന്നു. ₹50 ഇവിടെ കൊടുത്തത്. സത്യം എന്താ നോക്കിയാൽ ക്ലൈമറ്റ് നമ്മൾ ഓക്കെ ഇതർസിൻ്റെ 10:10 രാവിലെ ടൈം, നല്ല കോട, അടിപൊളി. ഓക്കെ ഗുൽമർഗ് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആ ടൗണിലുള്ളത് നല്ല അടിപൊളി സ്ഥലം. PSFൻ്റെ ജവാന്മാരൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ പോയാലും നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, അതൊരു സുഖമാണ്. ഞാൻ ഈ ഷോപ്പിലേക്ക് വന്ന് 2 വെള്ളമൊക്കെ കൈ വെക്കരുതെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ പിന്നെ നമ്മളിതാ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി നടക്കും. ഇനി ഇവിടുന്ന് കുറച്ചൊരു 5 മിനിറ്റ് നടക്കാനുണ്ട്. 7 മിനിറ്റ് വരെ, 1 കിലോമീറ്ററിൻ്റെ ചോടെ അവിടെയാണ് നമ്മളതുള്ളത്. കൊണ്ടുള്ള റൈഡിൽ കയറാനുള്ള. അപ്പോൾ നമ്മൾ പിന്നാലെ വലിയ ഇങ്ങനെ കൂടും. അപ്പോൾ അതിനൊന്നും നമ്മൾ ഇത് ചെയ്യരുത്. ഓക്കെ, ഒരു നല്ല പിന്നെ പൈസ വാങ്ങും. അപ്പം ഇതാണ് ഗുൽമർഗ്. ഇപ്പോൾ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കാണാനുണ്ട്. അതിൽ നമ്മളെ ബാക്കൊന്നും കഴിയില്ല. കാരണം കുറച്ച് നടക്കാനേ ഉള്ളൂ. ഒരു 5-7 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. കൊണ്ടുപോല റൈഡ് പിന്നെ ക്യാബ് കാറിൻ്റെ അടുത്തേക്ക്. ഓക്കെ.
അവർക്ക് എന്താ വെച്ചാൽ കുതിരകളെ വെച്ചുകൊണ്ട് പോകണം. അതിൽ കയറിക്കൊണ്ട് 1000-600 ലാസ്റ്റ് പറഞ്ഞു അവിടെ വരെ കൊണ്ടുപോയി ഇതാക്കുന്നതിന്. അപ്പം ഗുൽമർഗ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ, ഗുൽമർഗ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിൻ്റെ. പിന്നെ ഒരു ഗുൽമർഗ് കൊണ്ടോളാം അങ്ങോട്ട് 1.2 കിലോമീറ്റർ. ഓക്കെ. പിന്നെ ടെമ്പിള്, മഹാരാജ പാലസ്, ഗോൾഫ് ക്ലബ്ബ്, പിന്നെ ചിൽഡ്രൻ പാർക്കൊക്കെ അങ്ങോട്ടേക്ക്. ഓക്കെ. ബുട്ടപത്രി 12 കിലോമീറ്റർ പോകണം. അതിപ്പം കൂട്ടി ഇതിലാണ്. ഓക്കെ. അപ്പം ഇതാണ് ഗുൽമർഗ് കേട്ടോ. അപ്പോൾ ഗുൽമർഗ് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ നമ്മളെ ബാക്കിൽ കൂടും. പിന്നെ ഗൈഡ് വേണം, അതുപോലെ തന്നെ പോണി റൈഡ് ഉണ്ട്, അതുപോലെ ബൈക്ക് റൈഡ് ഉണ്ട്, ഇവരൊക്കെ ഇതിൽ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കയറിയ മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നടക്കാൻ മടി ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോകാണ്ട്, നടക്കാൻ മടി ഉണ്ടെങ്കിൽ നടക്കുകയാണ് രസം. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഓട്ടോറിക്ഷ എടുത്തു. അപ്പോൾ അവന് 100 രൂപയാണ് നമ്മളോട് പറഞ്ഞത്. 200 പറഞ്ഞ് 100 തന്നാൽ മതിയായിരുന്നു. 100 ഇപ്പോൾ ലാസ്റ്റ് ഓക്കെ ആയി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഗുണ്ടോള റൈഡ്, ഗുൽമർഗിലെ ഗുണ്ടോള റൈഡിലേക്കുള്ള പിന്നെ എൻട്രൻസ് ആണ് ഈ കാണാൻ പോകുന്നത്. ഓക്കെ. കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് അസ്തമ പേഷ്യൻ്റൊന്നും പർവ്വതത്തിലേക്ക് മുകളിലേക്ക് പോയതെന്ന്. കേബിൾ കാറിൻ്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും മുകളിൽ പോകണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരത്തിൽ വരില്ല. അപ്പം ലെഫ്റ്റ് സൈഡിലുണ്ട് ഉണ്ടോ 10 രൂപയുള്ളൂ കേട്ടോ റെഡ്. ഓക്കെ. പിന്നെ പോകാത്ത ആൾക്കാരുണ്ടാവും. പോകാത്ത ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കാരണം വയസ്സായ ആൾക്കാരെ കൊണ്ടുപോകാൻ അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ ഇതിലൊക്കെ കാർഡിയാക് പേഷ്യൻ്റ് മുന്നിലേക്ക് പോകാൻ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന സ്ഥലം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് പോവാണ്. ഗുണ്ടോള റൈഡ് ഫസ്റ്റ് ഫേസിലേക്കുള്ള. അപ്പോൾ ഇവിടെ 2 ഫേസ് ആയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒന്ന് ഒരു 15 മിനിറ്റുള്ള ഇതെന്താ വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും 14,800 അടി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഒറ്റ ടിക്കറ്റ് എടുത്തു. അത് 800 രൂപേൻ്റെ ടിക്കറ്റാണ്. ഓക്കെ. 800 GST ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പർവത്, ഇത് നമ്മൾ പോകുന്നത് ഗുണ്ടോഗിരി എന്ന സ്ഥലത്തേക്കാണ്. അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ അപ്പർവത് ഇതിലേക്ക് പോകണമെങ്കിൽ പിന്നെയും 20 മിനിറ്റ് യാത്ര ഉണ്ട്. അതിന് 1000 രൂപയും GST ആണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഗുണ്ടോള റൈഡിൻ്റെ അടുത്തെത്തി. എവിടെ പോയാലും നമുക്ക് സെക്യൂരിറ്റി ഉണ്ടല്ലോ. നമ്മളെ പട്ടാളക്കാർ ലോഡ് നമുക്ക് എല്ലാവിധ സെക്യൂരിറ്റിയും തരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫേസിലേക്കുള്ള ഗുണ്ടോള റൈഡ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഒരു ഇതിൽ പിന്നെ കേബിൾ കാറിൽ എത്ര ആൾക്ക് കയറാം. 6 പേരാണ് അലൗഡ് കേട്ടോ. 6 പേര്. അപ്പോൾ നമ്മൾ കറക്റ്റ് 6 പേരുണ്ട്. കുട്ടികൾ അടുക്കി ഞാനും വൈഫും കുട്ടികൾ അടുക്കി 6 പേരുണ്ട്. ഓക്കെ. ഓരോരുത്തർ വരുന്നതനുസരിച്ച് ഇങ്ങനെ കയറി പോകും. ഇപ്പോൾ ഒന്നും തിരക്കില്ല, വളരെ സുഖമാണ് ഈ സമയം ആയതുകൊണ്ട്. അല്ലാതെ അങ്ങനെ നമ്മൾ ഇതിലെ കയറിയത് മിഷോ കേബിൾ കാറിൽ കേബിൾ കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി ഇരിക്കുകയാണ്. നമ്മൾ പൊന്തി മുകളിലേക്ക് പോകട്ടോ. മിഷോ എങ്ങനെയുണ്ട്? കാശ്മീർ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ല തണുപ്പുണ്ടോ? ഇന്നുണ്ടോ? ഓക്കെ. നടന്ന് കയറാട്ടോ. നടന്നു വേണമെങ്കിൽ കയറാം. പക്ഷെ ഒരുപാട് നടക്കാണ്ട്. നമുക്ക് ചെക്കന്മാരൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ രസമായിട്ട് നടന്ന് കയറാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കേബിൾ കാറില്ലാതെ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. കാരണം കുട്ടികളൊക്കെ വേണേ. ഫാമിലിക്കൊന്നും ഒരിക്കലും നടന്ന് കയറൽ പോസിബിൾ അല്ല. അതോ ഈ കുന്നും മലയൊക്കെ കയറി വരണം. അപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. കാശ്മീരികളെ വീടുകളൊക്കെ ഉണ്ട്. നല്ല ചെറിയ വീടുകൾ. നല്ല രസമുണ്ട് കാണാൻ. താമസിക്കുന്ന മുകളിലൊക്കെ അവർ താമസിക്കുന്ന കുതിരകളുണ്ട്. നല്ല ക്ലൈമറ്റാണ്. നല്ല മഞ്ഞുണ്ട്, കോട. ഓക്കെ. ഏകദേശം 1/4 മണിക്കൂർ
ഫസ്റ്റ് ഫേസിൽ നമ്മൾ ക്യാബിൽ ഇറങ്ങി ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. നമുക്ക് എവിടെ പോയാലും സെക്യൂരിറ്റി നമുക്കുണ്ട്, കൂടെ ഉണ്ട്. ഒരുപാട് പട്ടാളക്കാരുണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അടിപൊളി സ്ഥലം കേട്ടോ കൊണ്ടോഗിരി. ഇവിടെ ഇറങ്ങി കൊണ്ടോഗിരി ഇറങ്ങി ഗുൽമാർഗിൽ ഉള്ള ഇനി ഇവിടുത്തെ നാട്ടിൽ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, പിന്നെ KCL ജോയ് റൈഡ് പറഞ്ഞാൽ 500 രൂപയാണ് അതിൻ്റെ ടിക്കറ്റിന്. ഓക്കെ, അത് അതിലിങ്ങനെ പോവാം. അത് മുകളിലേക്ക് തന്നെയാണ്, അപ്പർവതിലേക്കാണ് പോകുന്നത്. ഓക്കെ, മഞ്ഞുണ്ടാകുന്ന ടൈമിലൊക്കെ അടിപൊളിയായിരിക്കും, സൂപ്പറായിട്ട്. ഇപ്പം സമയം ഏകദേശം 11:30 മണിയാവും കേട്ടോ രാവിലെ. ഏകദേശം ഈ ടൈം ആകുമ്പോൾ ഇവിടെ എത്തണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാൻ അത്ര ഡിസ്റ്റർബ് ഇല്ല. കാരണം അത്രയും നല്ല മഞ്ഞും കോടിൻ്റെ ഒക്കെ ആയിട്ട് നല്ല രസമല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാം. അടിപൊളി, നല്ല അടിപൊളി സ്ഥലം. ആ മോളെ പറയും. എന്നെടുത്ത് ഇവിടെ നോക്ക് വിഷോ, സൂപ്പർ. ഞാൻ രണ്ടാമത്തെ റൈഡ് ഇനി നമ്മൾ അപ്പർവതി പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഫേസ് 2ലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ മുകളിൽ ചിലപ്പം പിന്നെ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, അപ്പം കുറച്ച് റിസ്ക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത്തെ ഇതിലേക്ക് പോവാണ്. ഓക്കെ, അവരെ കൂട്ടാതെ തന്നെ പോകുന്നത്. ഓക്കെ, ഫുൾ കോടയാണ്, നല്ല കോട. ഏകദേശം 12:30-1 മണി ആനായിട്ടുണ്ട് ഉച്ചക്ക്. ഓക്കെ, നല്ല കോടയാണ്, ഒന്നും കാണില്ല അല്ലേ. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ട് കയറി, ഫുൾ കോടയാണ്. ഓക്കെ, അപ്പം അപ്പർവതി പറഞ്ഞ ഇതിലെത്തി. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ടേത് മുകളിലെത്തി. അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പർവതി ഏറ്റവും ടോപ്പിൽ, സമുദ്രനിരപ്പിൽ നിന്നും 14,800 അടി മുകളിലാണ് ഉള്ളത്. ഞാൻ കുട്ടികളെ കൂട്ടിയിട്ടില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തന്നെ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരും കൂടി കൂട്ടി താണ്ട. അപ്പം ഇതാണ് നമ്മളെ അപ്പർവതി കേട്ടോ, ഏറ്റവും ടോപ്പിലെത്തിയ. കേബിൾ കാറിൻ്റെ കളർ തന്നെ വേറെ തന്നെ ചുവപ്പാണ്. ഓക്കെ, ഏകദേശം 20 മിനിറ്റ് യാത്ര ഉണ്ടായി. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്പർവതി. ഇവിടേക്ക് നമ്മൾ രോഗമുള്ളവരും അതുപോലെ തന്നെ മുതിർന്നവരൊന്നും കയറ്റരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഒന്നാമത് നല്ല ക്ലൈമറ്റും. ഏകദേശം ഈ പർവ്വതങ്ങളുടെ ഒക്കെ പിറകുവശത്തായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ബോർഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സെക്യൂരിറ്റിയാണ് ഈ ഏരിയയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരുപാട് പട്ടാളക്കാർ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ 2 പട്ടാൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്ന ടെൻ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഏരിയയിലും നല്ല കാശ്മീരി ഗാവ, കോഫി ഇതൊക്കെ കിട്ടും. ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ഈ പാറകൾക്കിടയിൽ നല്ല അടിപൊളി ചെടികൾ. ഇതൊക്കെ തനാറുണ്ടാകുന്ന നേരം നട്ടതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നല്ല കോടയാണ്. അപ്പോൾ നമ്മൾ കേബിൾ കാറിന് തിരിച്ചു പോവാണ്. ഓക്കെ, കേബിൾ കാർ എത്തിയിട്ടുണ്ട്, നമുക്ക് കയറാനുള്ള. ഓക്കെ, അപ്പം ബൈ അപ്പർവതി. ആൾക്കാരുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടോ, നടന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. മക്കളത് അവിടെ അവരെന്നെ കണ്ടിട്ടുണ്ട്.
ഒക്കെ ഉണ്ട് കേട്ടോ. കോഫി ഒക്കെ കാശ്മീർ ഗാവ ഒക്കെ കുടിക്കും. ഇപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒരുപാട് ഷാൾ കച്ചവടക്കാരെയും ഇതൊക്കെ കാണാം കേട്ടോ. ഗുൽമർഗ് ഗൊണ്ടോള റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിക്കാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ ഇതൊക്കെ കണ്ട് തിരിച്ചിറങ്ങാണ്. അപ്പം മിഷോ എങ്ങനെയുണ്ട്? അടിപൊളി തന്നെ. എങ്ങനെയുണ്ട് ഇതൊക്കെ പറഞ്ഞുണ്ടാ? മോള് പോയിട്ട് എന്തൊക്കെ ഒരു കുഴപ്പമില്ല. മുകളിലൊക്കെ എന്തൊക്കെയുണ്ട് കാണാന്? എന്തൊക്കെ കണ്ടത്? സിപ്പ് ലൈൻ അല്ല, കേബിൾ കാർ. പിന്നെന്തൊക്കെ അടിപൊളി സ്ഥലമല്ലേ മുകളിൽ? ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? ഫോട്ടോ വീഡിയോ തടുക്കുന്നുണ്ട്. നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, രസല്ലേ? നല്ല അടിപൊളി. അവരെ വീടൊക്കെ നോക്കി സൂം ചെയ്ത് കണ്ടില്ല. എന്താണ് കാശ്മീരിലെ വീടാണ്. ഞങ്ങൾ കേബിൾ കാറിലാണുള്ളത് ഗൈസ്. ഗുണ്ടോള റൈഡ് കയറി നേരെ കൂടെ ഇറങ്ങിയാൽ തന്നെ ഇവിടെ പർച്ചേസിങ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ നല്ല വില ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നേരെ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പം നമ്മൾ നേരെ റിക്ഷ എടുത്തതാണ്. റിക്ഷക്കാരൻ വന്നിരുന്നു. 500 രൂപയാണ് പറഞ്ഞത്. ഇത് മൊത്തം കറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും പിന്നെ ഇതിൽ പോണി റൈഡ് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ इधर हेलीपैड पार्किंग है. ओके, वेरी गुड, वेरी गुड. जब ये विंटर में आते हैं ना, जी जी, हाँ हेलीपैड का जरूरत है. हेलीपैड की जरूरत पड़े. अभी भी आप जरूरत, जब से वो अटैक हुआ है ना, तब से उन्होंने बंद रखा है. ये हेलीपैड का ये राइड लिखा हुआ है. सही सही. हेलीपैडिൻ്റെ നല്ല രസമുള്ള സ്ഥലമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ്. അതിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഗുൽമർഗിലെ സ്ട്രോബെറി വാലി എന്നാണ്. കണ്ടപ്പോൾ താഴെ കാണിക്കുന്നത് അത് സ്ട്രോബെറിൻ്റെ മരങ്ങളാണ്. അപ്പം ഏപ്രിൽ ആ സമയങ്ങളിലാണ് സ്ട്രോബെറി ഉണ്ടാകുക. ഓക്കെ, ഉണ്ടാവില്ല. ഇതൊക്കെ സ്ട്രോബെറിൻ്റെ മരങ്ങളാണ് താഴെ കാണിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ, ആർമീൻ്റെ സ്കൂളാണ് കേട്ടോ. ഗുൽമർഗിലെ ആർമി സ്കൂളാണ് ഇത് കാണുന്നത്. ഇതാണ് സ്കേറ്റിങ്ങിൻ്റെ ഇത് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഐസ് വെക്കുന്ന ടൈമിലുള്ള സീസണിൽ ഹിന്ദി മൂവി ബോബി ഇത് ഷൂട്ട് ചെയ്ത കൂടെയാണ് കമരമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഇനി കാണാൻ പോകുന്ന ഏഷ്യയിൽ വെച്ചിട്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ ഗോൾഫ് പ്ലേ കളിക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, അതിൻ്റെ ഗ്രൗണ്ടാണ്. ഗോൾഫ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്ത് കാട്ടിത്തരാം. നമുക്ക് കാണാൻ കഴിയുമോ നോക്കാൻ. ഇതാണ് ഗോൾഫ് ക്ലബിൻ്റെ ഗുൽമർഗ് ക്ലബ് എന്ന് പറയുന്നത്. ജമ്മു കാശ്മീർ ടൂറിസം ഗോൾഫ് ക്ലബിൻ്റെ ഓഫീസും കാര്യങ്ങളും. ഗോൾഫ് കോഴ്സ്. ഗോൾഫ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പഠിപ്പിച്ച് തരും. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം 500 രൂപയാണ് ഇത് പഠിക്കാൻ. ഓക്കെ, ഗോൾഫ് നല്ല അടിപൊളി സ്ഥലം. ഇതാണ് കാശ്മീരിലെ മെയിൻ ഒരു ഷൂട്ടിംഗ് പോയിൻ്റാണ്. ഒരുപാട് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബജ്രംഗ് ദാൻ, ഒരുപാട് പേരുകൾ അവനോട് 10 പേരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അല്ലാതെ ഇന്ത്യ സിനിമ ഒന്നും കാണാത്തതുകൊണ്ട് ഓവറായിട്ടൊന്നും പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഓർമ്മയില്ല പേരൊന്നും. പക്ഷെ അതാണ് മെയിൻ ഷൂട്ടിംഗ് പോയിൻ്റാണ്. ഇത് ആർമീൻ്റെതാണ്. ഓക്കെ, പോയിൻ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കയറി എടുക്കാം, ഒന്നുകൂടി എടുക്കാം. കാര്യമായിട്ടൊന്നുമില്ല, ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം. ഇതാണ് ഗുൽമർഗ് മ്യൂസിയം. ഓക്കെ, അപ്പം ഇവിടെ വരുന്നത് ടിക്കറ്റ് 20 രൂപ കേട്ടോ ഒരാൾക്ക്.
ഞങ്ങൾ 5 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൂടി ഒന്ന് കാണാം. ഗുൽമർഗ് ആർമി മ്യൂസിയം കേട്ടോ, ആർമി മ്യൂസിയമാണ്. അതാണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, മിന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് മ്യൂസിയം. കൂടുതൽ ടൈം ഇതാക്കില്ല, കാരണം ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും, പഴയകാലത്തെ തോക്കുകളും കാര്യങ്ങളൊക്കെ. ഇൻഡോ പാക് വാർ 1965 അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതി വെച്ചത്. പിന്നെ ഫ്രണ്ടേഴ്സ് ഫുള്ള് വായിച്ച് പഠിച്ചൂട്. ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ ബോംബ് ത്രോവർ, അതുപോലെ തന്നെ ബോംബ് ത്രോവർ തന്നെ എന്താ മെഷീൻ ഗണ്ണ്, അതുപോലെ റൈഫിള്, G3 റൈഫിള്, ഇൻഡോ പാക് വാർ 1971 നടന്ന വാറിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കാർഗിൽ വാർ 1999 കാർഗിൽ വാർ നടന്നതിന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ്. ഓക്കെ, ആ ഫോട്ടോസ്, അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആയിരത്തി 1962, 72, 99, 99 2000 ഓരോ കാര്യങ്ങളാണ്. ഇത് നാഷണൽ ബിൽഡിംഗ്. ഇത് കാശ്മീരിലെ ഫുള്ള് ഒരു മാപ്പാണ്. ജമ്മു, ശ്രീനഗർ, അതുപോലെ ജമ്മു, അതുപോലെ ലഡാക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പൂഞ്ച്, അതുപോലെ തന്നെ ഇവിടെ നമുക്കുള്ളത് നല്ല അടിപൊളിയിട്ട് അതും കേൾക്കുക ഷോട്ടിന്. സത്യമേവ ജയതേ. എന്നിട്ട് പിന്നെ അതിലുള്ള മ്യൂസിയത്തിൽ 20 റുപ്യാണ് ടിക്കറ്റ്. അതിനൊക്കെയുള്ള മുതൽ ഇവിടെ കാണാൻ കേട്ടോ, രസമുണ്ട്. ഹിസ്റ്ററി ഓഫ് ജമ്മു ഫ്രം medieval ടു മോഡേൺ പീരിയഡ്. പിന്നെ നാഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഴയകാലത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് പരം വീർ ചക്ര അവാർഡ് ലഭിച്ച ഒരുപാട് പിന്നെ പട്ടാള ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഫോട്ടോസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പഴയ കാലത്തെ ആൾക്കാരാണ്. രണ്ട് ഇതിനുള്ളിലാണ് മ്യൂസിയം കാണാനുള്ളത്. ഒന്ന് അതും, പിന്നെ ഒന്ന് ഇവിടെ രണ്ടാമത്തത്. ഓപ്പൺ ചെയ്യും. ഓക്കെ ഓക്കെ, ഇതൊരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു ജി 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 അതിൽ കയറി മോള് മെല്ലെ മെല്ലെ കയറി ഓരോരുത്തർ കേട്ടോ. ഇതിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല അടിപൊളി. ഇത് ജമ്മു കാശ്മീരിൻ്റെ ഭൂപടം, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാശ്മീരി വസ്വാൻ. അത് 36 ഇതിൽ വരുന്നുണ്ട്, 36 ഐറ്റമായിട്ട് വസ്വാൻ തന്നെ. ഓക്കെ, ബേട്ടാവാലി, ഇത് ഓരോ ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ അവിടെ അതിൽ. ഗുൽമർഗ് കൊണ്ടോളം നമ്മൾ പോയത്. പിന്നെ ഡാൽ ലേക്കൊക്കെ ഇനി വരാൻ പോണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട് ഒരുപാടുണ്ട്. സിനാബ് ബ്രിഡ്ജ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെന്താ ഇതിനുള്ള ആപ്പിൾസ് എന്താ ലോകത്തിൽ തന്നെ എന്താ 300 വെറൈറ്റി ഓഫ് ആപ്പിൾസ് ഉണ്ട് ഇവിടെ. ഓക്കെ, 300 വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുങ്കുമം, അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഗുൽമർഗ് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലം, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സൂപ്പറായിട്ട് എന്താ. നല്ലൊരു പൈൻ മരത്തിൻ്റെ അടുത്ത് ടെൻറ്റ് ക്രാഫ്റ്റ് ബസാർ പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് ഇപ്പം നോക്കാം. കൈത്തറി വ്യവസായമായിരിക്കും മിക്കവാറും
പോയി നോക്കാം, എന്താണ് സ്ഥിതി അറിയില്ല, ഏതായാലും നോക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കൈത്തറി, കാർപ്പറ്റ്, അതുപോലെ തന്നെ ഡ്രസ്സ്, ചുരിദാർ, ഇതൊക്കെ ഷോളൊക്കെ ഉണ്ടാക്കണേ ഇവിടെ നിന്നാണ് ഉണ്ടാക്കൽ. कम इनसाइड. तो जितनी भी चीजें हमारे पास आपको मेजोरिटी हैंडमेड ही मिलेगा. जी सही. अगर कोई मशीन मेड होगा तो उस पर लिखा होगा मशीन मेड. जी. लेकिन मोस्टली वी आर डीलिंग विद हैंडमेड प्रोडक्ट्स, जैसे हैंड नॉटेड कारपेट्स हो गए, हैंडमेड शॉल्स हो गए, हैंड एम्ब्रॉयडरीड शॉल्स हो गए, सूट, साड़ीज, ड्रेस मटेरियल्स, जितना भी आपको स्टफ यहाँ मिलेगा मेजोरिटी स्टफ आपको हाथ से ही बना होगा. കാർപ്പറ്റ് സെഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർപ്പറ്റ് സെഷൻ. ഓക്കെ. ये देखिए यहाँ पर हमारे पास कारपेट्स हैं. ये आपको डिफरेंट साइजेस, कलर्स, डिजाइन्स, पैटर्न्स में मिल जाएंगे. പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല അത്യാവശ്യം റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരുപാട് പേര്, സച്ചിനൊക്കെ വന്ന് ഇവിടെ പർച്ചേസ് ചെയ്തു, സച്ചിനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഡ്രൈവറിനോട് പറഞ്ഞത്. നല്ല അടിപൊളി ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. കാശ്മീർ ഒരുപാട് ബാഗ് കാര്യങ്ങൾ. പർച്ചേസിങ്ങിന് വേണ്ടി വന്ന ആൾക്കാരെ ഫോട്ടോസ് ആട്ടോ ഇതൊക്കെ. അതുപോലെ ഒന്നല്ല, ഫോട്ടോ ഷോളില്ല, നരേന്ദ്രമോദിയൊക്കെ ഇട്ട ഷോൾ ഇവിടുന്ന് പോയതാണ്. അതാണ് ഒരു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാജ്ബാഗിലേക്ക് എത്തിട്ടോ. ഓക്കെ, രാജ്ബാഗിൽ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ബൈ ടുമാറോ. നമ്മളെ ചിന്നാർ മരങ്ങളൊക്കെ അതാ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് മരങ്ങളാണ് ചിന്നാർ മരങ്ങൾ. ഓക്കെ.